നെബൂഖദ്നേസർ അവരോട് പറഞ്ഞു, ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നത് സത്യമാണോ? ദാനിയേൽ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. അത് സത്യമാണോ? 1886 സെപ്റ്റംബർ 12-ന് കർത്താവിന്റെ ദിന വൈകുന്നേരം CH സ്പർജൻ നടത്തിയ ഒരു പ്രസംഗം. ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്ത പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുയായികളാകണമെങ്കിൽ ചെലവ് കണക്കാക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. തന്റെ സേവനത്തിൽ എന്തുൾപ്പെട്ടിരിക്കാമെന്ന് മനുഷ്യരോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ കർത്താവിന്റെ പതിവായിരുന്നു. തന്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് പ്രഖ്യാപനം. കുരിശിന്റെ പടയാളിയാകുന്നത് ബാലിശമായ കളിയല്ലെന്ന് അദ്ദേഹം അറിയുകയും നമ്മെ അറിയിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ നമുക്ക് എളുപ്പം പ്രതീക്ഷിക്കാമെങ്കിൽ നമ്മൾ കഠിനമായി നിരാശരാകും. നമുക്ക് വാഴണമെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യണം. ഇതിനുള്ള ഒരു കാരണം, നെബൂഖദ്നേസറിനെപ്പോലെ ലോകം നമ്മളെല്ലാവരും അതിന്റെ രീതികൾ പിന്തുടരണമെന്നും അതിന്റെ നിയമങ്ങൾ അനുസരിക്കണമെന്നും പ്രതീക്ഷിക്കുന്നു എന്നതാണ്. ഈ ലോകത്തിന്റെ ദൈവം പിശാചാണ്. അവൻ പരോക്ഷമായ അനുസരണം അവകാശപ്പെടുന്നു. ഏതെങ്കിലും രൂപത്തിലുള്ള പാപം സാത്താൻ സ്ഥാപിച്ച് നമ്മളോട് സേവിക്കാൻ ആവശ്യപ്പെടുന്ന പ്രതിച്ഛായയാണ്. ലോകത്തിന്റെ സ്വേച്ഛാധിപത്യം കഠിനവും ക്രൂരവുമാണ്. അതിന്റെ പ്രതിച്ഛായയെ ആരാധിക്കാത്തവർ കത്തുന്ന തീച്ചൂള ഇതുവരെ തണുത്തിട്ടില്ലെന്ന് കണ്ടെത്തും. നിങ്ങളൊരു ക്രിസ്ത്യാനിയാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതിനാൽ ഈ ദുഷ്ടലോകത്തിന്റെ അടിമത്തം ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഈ സമയത്തിന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനുപകരം എല്ലാ അനന്തരഫലങ്ങളും സഹിക്കാൻ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്യണം. ലോകത്തിന്റെ ഓടക്കുഴൽ, വീണ, ചാഗ്, കാമം എന്നിവ നിങ്ങൾക്കായി വെറുതെ മുഴങ്ങണം. ഒരു ശ്രേഷ്ഠമായ സംഗീതം നിങ്ങളുടെ കാതുകളെ ആകർഷിക്കുകയും ലോകത്തിന്റെ ഭീഷണികളെ എതിർക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും വേണം. യഥാർത്ഥ വിശ്വാസിയുടെ നിലപാട് സ്വീകരിക്കണം. മനുഷ്യനേക്കാൾ ദൈവത്തെ അനുസരിക്കുമെന്ന് അവൻ തീരുമാനിക്കണം. നിങ്ങളുടെ മനസ്സാക്ഷിയോട് ശരിയും നിർമ്മലവും സത്യവുമാണെന്ന് സ്വയം സമർപ്പിക്കുന്നത് നിങ്ങൾ സമ്പൂർണ്ണമായി പിന്തുടരണം. എന്നാൽ തെറ്റും വൃത്തികെട്ടതും വ്യാജവുമായത് നിങ്ങൾ ഉറച്ച തീരുമാനത്തോടെ ഉപേക്ഷിക്കണം. ഈ ഘട്ടത്തിലെത്തി അത് പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ കഴിയില്ല. കാരണം യേശു നീതിയുടെ വഴികളിലൂടെ മാത്രമേ നയിക്കുന്നുള്ളൂ. രാജാവായ യേശുവിന്റെ വിശ്വസ്ത പ്രജയായവൻ പാപത്തിൽ ജീവിക്കാനും കൃപയിലും ജീവിക്കാനും ശ്രമിക്കില്ല. കാരണം ആർക്കും 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയും. ലോകസ്നേഹവും ദൈവസ്നേഹവും എണ്ണയെയും വെള്ളത്തെയും പോലെ കലരില്ല. ഇവ രണ്ടും സംയോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നതാണ്. പ്രവചന വെല്ലുവിളി ജ്ഞാനപൂർവകമാണ്. കർത്താവ് ദൈവമാണെങ്കിൽ അവനെ അനുഗമിക്കുക. എന്നാൽ ബാൽ ആണെങ്കിൽ അവനെ അനുഗമിക്കുക. നിങ്ങൾക്ക് 1-2 സേവിക്കാം, പക്ഷെ രണ്ടും വേണ്ട. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുകയും അവന്റെ രക്തത്തിൽ കഴുകപ്പെടുകയും ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാകുകയും ചെയ്ത ഓരോ മനുഷ്യനും ഈ ദുഷ്ടലോകത്തിന്റെ സൗഹൃദം അവസാനിച്ചുവെന്ന് മനസ്സിലാക്കും. ലോകം അതിന്റെ ആജ്ഞകൾക്ക് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടേക്കാം, പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ദാസൻ എന്ന നിലയിൽ അവൻ അങ്ങനെ ചെയ്യാൻ വിസമ്മതിക്കും. ശദ്രക്കും മേശക്കും അബേദ്നെഗോയും നെബൂഖദ്നേസറിനോട് പറഞ്ഞതുപോലെ, യഥാർത്ഥ വിശ്വാസികൾ ലോകത്തോട് പറയും, ഞങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ സേവിക്കുകയോ നീ സ്ഥാപിച്ച സ്വർണ്ണ പ്രതിമയെ ആരാധിക്കുകയോ ചെയ്യില്ല. ഡബിൾ ക്വോട്ട്. പാപം ചെയ്യാൻ നിങ്ങൾക്ക് വിസമ്മതിക്കാൻ കഴിയുമെങ്കിൽ, അനീതിയോട് കൂട്ടുകൂടാൻ പോലും നിങ്ങൾക്ക് വിസമ്മതിക്കാൻ കഴിയുമെങ്കിൽ, അത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളുടെ നിലപാടിനെ അംഗീകരിക്കും. ഇത് തന്നെ ചെറിയ ആശ്വാസമല്ല. നിങ്ങളുടെ പുരുഷത്വം അതിന്റെ ശക്തി തെളിയിച്ചത് ഒരു മികച്ച കാര്യമായിരിക്കും. അത് അതിനെ കൂടുതൽ ശക്തമാക്കും. നിങ്ങളുടെ ദൃഢനിശ്ചയമുള്ള നീതിയുടെ ഗതി ദൈവത്തിന് സ്വീകാര്യമായിരിക്കും. ഇതും ഒരു വലിയ പ്രതിഫലമാണ്. സ്വർഗ്ഗത്തിലെ എല്ലാ മാലാഖമാരുടെയും ഭൂമിയിലെ എല്ലാ പ്രഭുക്കന്മാരുടെയും കരഘോഷം നേടുന്നതിനേക്കാൾ ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹീതനും ഏകശക്തനുമായ ദൈവം വിശ്വസ്തർക്ക് കിരീടങ്ങളും കൈപ്പത്തികളും വിതരണം ചെയ്യുന്ന ആ ദിവസം, അവൻ പറയുന്നത് കേൾക്കുന്നത് സന്തോഷത്തിന്റെ ഉന്നതിയായിരിക്കും. നന്നായി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് സാഹസികയ്ക്ക്. നിങ്ങളിൽ ചിലർ പറഞ്ഞേക്കാം, ലോകത്തിലെ ദൈവങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ കുമ്പിടുകയില്ല, പക്ഷേ ഞങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ഞങ്ങൾ ക്രിസ്തുവിനെ പിന്തുടരും, മറ്റാരെയും കൂടാതെ. ഇതൊരു ധീരമായ തീരുമാനമാണ്. അവസാനം വരെ നിങ്ങൾ ഇതിനോട് ചേർന്നു നിന്നാൽ നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ടിവരില്ല.
നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, പക്ഷേ അത് സത്യമാണോ? ഇത് സത്യമാണോ? ഈ വാക്കുകൾ ഞാൻ സ്വയം എടുത്തു തീയിടും. ഒരു ചോദ്യവും സത്യത്തേക്കാൾ കൂടുതൽ ആവശ്യമുള്ളതോ കൂടുതൽ തിരയുന്നതോ ആകാൻ കഴിയില്ല. ഇത് ഏറ്റുപറയുന്നത് വളരെ നല്ലതാണ്, പക്ഷേ അത് സത്യമാണോ? വാഗ്ദാനം ചെയ്യുന്നതും പ്രതിജ്ഞ ചെയ്യുന്നതും വളരെ നല്ലതാണ്, പക്ഷേ അത് സത്യമാണോ? നെബൂഖദ്നേസറിനെയും അവന്റെ തീച്ചൂളയെയും വെല്ലുവിളിക്കുന്നത് ധീരമായ കാര്യമാണ്, പക്ഷേ അത് സത്യമാണോ? സന്ദേഹവാദികൾ നിങ്ങളുടെ പ്രഖ്യാപനത്തെ പരിഹാസത്തോടെ ചോദ്യം ചെയ്യുന്നു. പാപികൾ തുറന്ന അവിശ്വാസത്തോടെ അതിനെ ചോദ്യം ചെയ്യുന്നു. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടാകണമെന്ന് വിശുദ്ധന്മാർ ആഴമായ ഉത്കണ്ഠയോടെ അതിനെ ചോദ്യം ചെയ്യുന്നു. പല വശങ്ങളിൽ നിന്നും ചോദ്യം വരുന്നു, ഇത് സത്യമാണോ? അത് ചോദിക്കണം. അത് ചോദിക്കപ്പെടും. അത് ചോദിക്കണം. അതിനാൽ ഞാൻ അത് ചോദിക്കുന്നു, ഇത് സത്യമാണോ? ക്രിസ്തുവിന്റെ അനുയായി, ഇത് സത്യമാണോ എന്ന ചോദ്യത്തിന് തയ്യാറാകുക. ശ്രദ്ധിക്കപ്പെടാതെ ജീവിക്കാൻ കരുതരുത്, കാരണം ഓരോ ക്രിസ്ത്യാനിയെക്കുറിച്ചും ഒരു ഉഗ്രമായ വെളിച്ചം പ്രകാശിക്കുന്നു. നിങ്ങൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന മറ്റൊരാളെയോ നിങ്ങൾ തീർച്ചയായും കണ്ടുമുട്ടും. ആരാണ് നിങ്ങളോട് ആവശ്യപ്പെടുക? ഈ 3 വിശുദ്ധ പുരുഷന്മാർക്കും നെബൂഖദ്നേസർ ഒരു മികച്ച വ്യക്തിത്വമായിരുന്നു എന്നത് സത്യമാണോ? അവൻ അവരുടെ സ്വേച്ഛാധിപതിയായ പ്രഭുവും തൊഴിലുടമയും സ്വാധീനമുള്ള സുഹൃത്തുമായിരുന്നു. അവരുടെ സ്വാതന്ത്ര്യങ്ങളും ജീവിതവും അവന്റെ കൈകളിലായിരുന്നു. മാത്രമല്ല, അവൻ അവരുടെ ഉപകാരിയുമായിരുന്നു, കാരണം അവൻ അവരെ തന്റെ സാമ്രാജ്യത്തിൽ ഉന്നത പദവികളിൽ നിയമിച്ചിരുന്നു. കൂടുതൽ സ്ഥാനക്കയറ്റത്തിനുള്ള എല്ലാ പ്രതീക്ഷയും അവനിലുണ്ടായിരുന്നു. അവർ ലോകത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ഉയരുകയും ചെയ്യണമെങ്കിൽ അവർ അവന്റെ പുഞ്ചിരി നേടണം. നിരവധി യുവ ക്രിസ്ത്യാനികൾ ഈ പ്രലോഭനത്താൽ പരീക്ഷിക്കപ്പെടുന്നു. ചെറിയ നെബൂഖദ്നേസറിനെപ്പോലെയുള്ള ചില ഭക്തികെട്ട മനുഷ്യരിൽ നിന്ന് പ്രീതി നേടുന്നതിലൂടെ നിരവധി ലൗകിക നേട്ടങ്ങൾ നേടിയേക്കാം. ഇതൊരു വലിയ അപകടമാണ്. അവരുടെ മേലുദ്യോഗസ്ഥനായ, അവരുടെ തൊഴിലുടമയായ, അവരുടെ രക്ഷാധികാരിയായ ഒരാൾ അവരോട് തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ പരിശോധന വരുന്നു. അവർ പരീക്ഷണ സമയം സഹിക്കുമോ? അവർക്ക് അത് സഹിക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നു. പക്ഷേ അത് സത്യമാണോ? എന്റെ ശ്രോതാക്കൾ അത്തരമൊരു പരീക്ഷണത്തിന് തയ്യാറായി നിൽക്കട്ടെ, കാരണം എല്ലാ സാധ്യതയിലും അത് വരാൻ സാധ്യതയുണ്ട്. ചില നെബൂഖദ്നേസർ അത് വളരെ വ്യക്തമായി നിങ്ങളോട് പറയും. നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യുമോ, അതോ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമോ? അത്തരമൊരു സമയത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതൊന്ന് ആലോചിക്കാതെ ശരിയായ രീതിയിൽ ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് തെളിയിക്കുക. ഭൂമിയിലെ ഏതൊരു മനുഷ്യനും തന്റെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ നെബൂഖദ്നേസർ കടുത്ത സ്വരത്തിൽ സംസാരിച്ചു. തന്റെ രക്ഷാകർതൃത്വത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്റെ ആജ്ഞയെ ചെറുക്കാൻ ധൈര്യപ്പെടുമെന്ന് അദ്ദേഹത്തിന് സങ്കൽപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹം രോഷത്തോടെ ആവശ്യപ്പെടുന്നു, അത് സത്യമാണോ? അദ്ദേഹം അത് വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് തെറ്റായ വിവരങ്ങൾ ലഭിച്ചിരിക്കണം. നെബൂഖദ്നേസർ കൽപ്പിക്കുന്നത് ചെയ്യുന്നത് തെറ്റാണെന്ന് സ്വയം ചിന്തിക്കാനുള്ള ധിക്കാരമോ സൂചന നൽകാനുള്ള ധൈര്യമോ ഉള്ള ഒരു ജീവി തന്റെ വിശാലമായ ആധിപത്യത്തിലുണ്ടോ? അദ്ദേഹം അത് വിശ്വസിക്കില്ല. ചോദിക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അപമാനമാണ്, അത് സത്യമാണോ? അനുസരിക്കാൻ ശീലിച്ചിരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടും. അവർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തിടുക്കം കൂട്ടുന്നില്ല. അവിശ്വാസിയായ പിതാവ് തന്റെ മകനോട് പറയുന്നു, ജോൺ, എന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി നീ ഒരു ആരാധനാലയത്തിൽ പോകുന്നത് സത്യമാണോ? നിന്റെ അച്ഛനെയും അമ്മയെയുംക്കാൾ മികച്ചവനാകാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ട്? ഡബിൾ ക്വോട്ട്. പലപ്പോഴും ഭക്തികെട്ട മനുഷ്യർ തങ്ങളുടെ സഹപ്രവർത്തകരുടെ മതപരിവർത്തനത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്നു. ജോൺ, നീ മതവിശ്വാസിയായി മാറിയത് ശരിയാണോ? ഒരു സുന്ദരി. എന്തിന്? നീ മറ്റുള്ളവരെപ്പോലെ ഒരു രസകരമായ ഗാനം പാടുമായിരുന്നു. ഇപ്പോൾ നീയും മറ്റ് കപടനാട്യക്കാരെ പോലെ സങ്കീർത്തനം പാടുന്നു. അത് ശരിയാണോ? എന്തിന്? ഒരു ഗ്ലാസ് കാലിയാക്കി നമ്മളെപ്പോലെ മനോഹരമായ കളികൾ പിന്തുടരാം. ഇപ്പോൾ തെറ്റ് ചെയ്യാൻ ഭയപ്പെടുന്നുവെന്ന് അവകാശപ്പെടുന്നു. അത് സത്യമാണോ? നീ ശരിക്കും ഒരു വിഡ്ഢിയാണോ? കനലിൽ വലിച്ചിഴക്കപ്പെടുമെന്ന് ഭയന്ന് ഒരു കാൽ മറ്റൊന്നിനു മുന്നിൽ വയ്ക്കാൻ നീ ഭയപ്പെടുന്നതായി തോന്നുന്നു. ഒരിക്കൽ മദ്യപിച്ച് സത്യം ചെയ്യാൻ കഴിയുന്ന അതേ ആളാണോ നീ? അത് സത്യമാണോ? നീ തലയ്ക്കു പിടിച്ചവനാണെന്നും നിന്റെ ബുദ്ധി കമ്പിളി ശേഖരണം നടത്തിയെന്നും നീ മതഭ്രാന്തന്മാരുടെ വഞ്ചകനാണെന്നും അവർ സൂചന നൽകുന്നു. അത്തരം നിർദ്ദേശങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ അവർ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, അത് ശരിയാണോ? നിങ്ങൾക്ക് ശരിക്കും ഈ അഭിപ്രായക്കാരനാകാൻ കഴിയുമോ? അത് നടപ്പിലാക്കാൻ നിങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നുണ്ടോ?
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആക്രമണത്തിന് നിങ്ങൾ തയ്യാറായിരിക്കണം, മടികൂടാതെ ഉത്തരം നൽകാൻ തയ്യാറാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇത് സത്യമാണ്. കണ്ടെത്തപ്പെടാതെ നിങ്ങൾക്ക് ജീവിതത്തിലൂടെ കടന്നുപോകാൻ കഴിയില്ല. കത്തിച്ച മെഴുകുതിരി മറക്കാൻ കഴിയില്ല. വളരെ മടിച്ചുനിൽക്കുകയും ഒരു കുറ്റിക്കാട്ടിൽ തങ്ങളുടെ വെളിച്ചം മറക്കുകയും ചെയ്യുന്നത് ബുദ്ധിപരമാണെന്ന് ചില നല്ല ആളുകൾക്കിടയിൽ ഒരു തോന്നലുണ്ട്. യുദ്ധസമയം മുഴുവൻ താഴ്ത്തിക്കിടക്കാനും ഈന്തപ്പനകൾ വിതരണം ചെയ്യുമ്പോൾ പുറത്തുവരാനും അവർ ഉദ്ദേശിക്കുന്നു. പിന്നിരകളിലൂടെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാനും വേഷമാരി മഹത്വത്തിലേക്ക് തലയോട്ടിയിടാനും അവർ പ്രതീക്ഷിക്കുന്നു. ആഹാ, എന്തൊരു അധപതനമായ ഒരു സെറ്റ്! രാജാവിന്റെ കൽപ്പന ലഭിച്ചപ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോയും എങ്ങനെയായിരുന്നു മുന്നിലെത്തിയത്? അവർക്ക് നിരന്തരം പിന്മാറാൻ കഴിഞ്ഞില്ല. അവർ പ്രവിശ്യകളുടെ മേൽ നിയോഗിക്കപ്പെട്ട പൊതുജനങ്ങളായിരുന്നു. അവർ ഒരു മാതൃക വെക്കേണ്ടത് ആവശ്യമായിരുന്നു. മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ അവരെ മറ്റ് ഭരണാധികാരികളോടൊപ്പം വിളിച്ചുവരുത്തിയിരുന്നു. ഈ പൊതു അവസരത്തിൽ അവരുടെ പ്രവർത്തനരീതി ബാബിലോണിയൻ ആധിപത്യങ്ങളിലെ മറ്റെല്ലാ ജൂതന്മാർക്കും ഒരു വഴികാട്ടിയാകുമായിരുന്നു. അവർ വീട്ടിൽ നിർത്തി അവർക്ക് സുഖമില്ലെന്നോ ഉള്ള ഒഴികഴിവ് അയച്ചാൽ മാത്രം പോരാ, അടിയന്തര കാര്യങ്ങൾക്കായി മറ്റെവിടെയെങ്കിലും വിളിക്കപ്പെട്ടു. മറ്റുള്ളവർ ഇത് ചെയ്തേക്കാം, അവരെ കുറ്റപ്പെടുത്തരുത്. പക്ഷേ ഈ നേതാക്കൾക്ക് സംഘർഷം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ജീവനുള്ള ദൈവത്തിനും സ്വർണ്ണ വിഗ്രഹത്തിനുമിടയിലുള്ള ചോദ്യം അവർ പരീക്ഷിക്കണം. അവർ വിഗ്രഹാരാധനയിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല, അതിനെതിരായ പരസ്യമായ പ്രതിഷേധം അവർ സഹിക്കുകയും വേണം, അല്ലെങ്കിൽ അവർ തങ്ങളുടെ കർത്താവിനോട് അവിശ്വസ്തരായിരിക്കും. എന്റെ സഹക്രിസ്ത്യാനികളെ, എപ്പോഴെങ്കിലും ഏറ്റവും ശാന്തമായ ജീവിതത്തിൽ തുറന്ന തീരുമാനത്തിനുള്ള ഒരു നിമിഷം വരുമെന്ന് ഉറപ്പു നൽകുക. നമ്മുടെ കർത്താവിനോടും അവന്റെ സത്യത്തോടും നാം സംസാരിക്കുകയോ വഞ്ചകരാണെന്ന് തെളിയിക്കുകയോ ചെയ്യേണ്ട ദിവസങ്ങൾ വരും. ഒരുപക്ഷേ നിങ്ങൾ ദൈവഭക്തരായ ആളുകളുടെ ഇടയിൽ അകപ്പെട്ടിരിക്കാം. അങ്ങനെ നിങ്ങൾ കുറച്ചുകാലം നിശബ്ദമായി പോയിരിക്കാം. പക്ഷേ കൊടുങ്കാറ്റുകൾക്കായി നോക്കുക. നിങ്ങൾ ലോകവാസികളോടൊപ്പമാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അതിരുകടന്ന മനോഭാവം കാരണം അവർ നിങ്ങളെ ഇതുവരെ സംശയിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ രഹസ്യം കണ്ടെത്തപ്പെടും. നിങ്ങളുടെ കൈയുടെ ദ്വാരത്തിൽ തീ പിടിക്കാനോ കട്ടിലിനടിയിൽ ഒരു മെഴുകുതിരി സൂക്ഷിക്കാനോ നിങ്ങൾക്ക് വളരെക്കാലം കഴിയില്ല. കൊലപാതകം പോലുള്ള ദൈവഭക്തി പുറത്തുവരും. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ആൾമാറാട്ടമായി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഓരോ വീട്ടിലും കുടുംബത്തിലെ ഓരോ വ്യക്തിയും പക്ഷം ചേർന്ന് താൻ ആരുടേതാണെന്ന് അംഗീകരിക്കേണ്ട ഒരു സമയം വരുന്നു. ഏറ്റവും ഭീരുവായ ഭാര്യയോ ഏറ്റവും എളിമയുള്ള കുട്ടിയോ ഞാനും ക്രിസ്തുവിന്റെ ശിഷ്യനാണ് എന്ന് പറയാൻ നിർബന്ധിതരാകും. ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഉടൻ തയ്യാറാകൂ, അത് സത്യമാണോ? എതിരാളികളുടെ അന്വേഷണത്തിന് ഉത്തരം നൽകാൻ പൂർണ്ണമായും തയ്യാറാകാൻ നല്ല കാരണങ്ങളാൽ പ്രവർത്തിക്കുക. സൗമ്യതയോടും ഭയത്തോടും കൂടി നിങ്ങളിലുള്ള പ്രത്യാശയ്ക്ക് ഒരു കാരണം നൽകാൻ തയ്യാറാകുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്തുകൊണ്ട്? കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കുന്നതെന്തുകൊണ്ട്? അവന്റെ പാപപരിഹാരയാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അവനെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണാധികാരിയാക്കുന്നത് എന്തുകൊണ്ടാണെന്നും കാണിക്കാൻ കഴിയുക. മറ്റുള്ളവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് കാണിക്കുക. എന്തുകൊണ്ട്? ദൈവത്തിന്റെ ഒരു കുട്ടി എന്ന നിലയിൽ നിങ്ങളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. നിങ്ങളുടെ പുനർജന്മത്തിന്റെ നാളുകളിൽ നിങ്ങൾ ഒരിക്കൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. ബൈബിൾ ന്യായങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ കർത്താവിനോട് അപേക്ഷിക്കുക. കാരണം ഇവയാണ് ഏറ്റവും മികച്ച കാരണങ്ങൾ, അവയെക്കുറിച്ച് ഉയർന്ന അധികാരം വഹിക്കുന്നു. അതിനാൽ ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ അത് സത്യമാണോ? നിങ്ങൾക്ക് പറയാൻ കഴിയും, അതെ, അത് സത്യമാണ്, അതുകൊണ്ടാണ് അത് സത്യമാകുന്നത്. അത്തരമൊരു സമയത്ത് ദൈവം തന്റെ കൃപയാൽ എനിക്ക് തന്നെ വെളിപ്പെടുത്തി. കാര്യങ്ങൾ യഥാർത്ഥ വെളിച്ചത്തിൽ കാണാൻ എന്റെ അന്ധമായ കണ്ണുകൾ തുറന്നു. പാപഭാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചപ്പോൾ അവൻ എന്റെ സ്വഭാവം പുതുക്കി. അവന്റെ നാമത്തിലൂടെ ഞാൻ സമാധാനം കണ്ടെത്തിയപ്പോൾ അവൻ എന്നെ ദൈവത്തിന്റെ ഒരു കുട്ടിയാക്കി. ഇതെല്ലാം കാരണം പാപത്തിൽ ജീവിച്ചുകൊണ്ട് എന്റെ സ്നേഹനിധിയായ കർത്താവിനെ ദുഃഖിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ എന്റെ സ്വന്തമല്ല, ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ്. അതിനാൽ സ്വന്തം രക്തത്താൽ എന്നെ വീണ്ടെടുത്തവന്റെ ഇഷ്ടം ഞാൻ ചെയ്യണം. ശദ്രക്കും മീക്കും അബേദ്നെഗോയും അവരുടെ സ്വഭാവവിശേഷങ്ങൾ അറിയുകയും യഹോവയെ മാത്രം ദൈവമായി ആരാധിക്കേണ്ടതിന്റെ കാരണം നന്നായി മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ അവർ ഒരിക്കലും ആധിപത്യമുള്ള രാജാവിനെതിരെ വേറിട്ടു നിൽക്കില്ലായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനസ്സ് സ്ഥിരപ്പെടുമ്പോൾ ഹൃദയം ഉറച്ചതായിരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. നിങ്ങളുടെ കടമയും അതിനുള്ള വാദങ്ങളും അറിയുക. പ്രലോഭന സമയത്ത് നിങ്ങൾ ഉറച്ചുനിൽക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഈ 3 പുരുഷന്മാരും ഉപദേശിക്കപ്പെട്ട പുരുഷന്മാരായിരുന്നു. കർത്താവിന്റെ നിയമത്തിൽ നന്നായി പരിശീലനം നേടിയവരായിരുന്നു. അതിനാൽ അവർ ഉറച്ചുനിന്നു.
അവിടെ കൂടുതൽ അജ്ഞരും പഠിപ്പിക്കപ്പെടാത്തവരും ഉടനടി വഴങ്ങി. അടുത്തതായി, നിങ്ങൾ എപ്പോഴും ആഴമായ ആത്മാർത്ഥതയോടെ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കുക. ഉപരിപ്ലവമായ തൊഴിൽ ഉടൻ തന്നെ പൂർണ്ണമായ വിശ്വാസത്യാഗത്തിൽ അവസാനിക്കുന്നു. ഹൃദയപ്രവൃത്തി മാത്രമേ തീയിൽ നിലനിൽക്കൂ. നിങ്ങളുടെ സംസാരം ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ മറികടക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണെന്ന് അവകാശപ്പെടരുത്. ഓർമ്മിക്കുക, നിങ്ങളുടെ എല്ലാ തൊഴിലുകളും പരീക്ഷിക്കപ്പെടേണ്ടിവരും. ചോദ്യം നിങ്ങൾക്ക് കത്തുന്ന ഒന്നായി മാറും. അത് സത്യമാണോ? അത് സത്യമാണെന്ന് ഓർമ്മിക്കുക. എല്ലാം സത്യമാണ്, പൂർണ്ണമായും സത്യമാണ്. അയ്യോ, എന്റെ സുഹൃത്തുക്കളെ, പ്രാർത്ഥന, പാട്ട്, പഠിപ്പിക്കൽ, പ്രസംഗം എന്നിവയിൽ എത്രമാത്രമുണ്ട്, അവ യഥാർത്ഥ പ്രവൃത്തിയല്ല. ക്രിസ്തീയ ചിന്തയുടെ എത്രമാത്രമുണ്ട്. ഞാനും നമ്മൾ അനുഭവമെന്ന് വിളിക്കുന്നതും ചിന്തിച്ചു അനുഭവിച്ചതിനെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിക്ക് സത്യമല്ല. ബാഹ്യമതം എത്രത്തോളം കെട്ടുകഥയാണ്, മൃദുലമാണ്, രൂപം നുരയാണ്. ആവശ്യമുള്ളത് ഉറച്ച യാഥാർത്ഥ്യമാണ്. ഏറ്റവും ഭാരമേറിയ ഭാരങ്ങളിൽ നമ്മെ താങ്ങുകയും കഠിനമായ വേദനകളിൽ നമ്മെ ക്ഷമയുള്ളവരാക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസം നമുക്ക് വേണം. നമുക്ക് മരിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. എല്ലാ ദിവസവും മരണത്തെ നേരിടാൻ കഴിയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ കാര്യമാണ്. ഞാൻ ദിവസവും മരിക്കുന്നു എന്ന് പറഞ്ഞ അപ്പോസ്തലനെപ്പോലെ. ഈ ദൈനംദിന വിദ്യാഭ്യാസത്തിലൂടെ അവസാനം മഹത്വപൂർവ്വം എങ്ങനെ മരിക്കാമെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങളുടെ വേഗതയിലൂടെ കടന്നുപോകുക. മരണവും ന്യായവിധിയും നിത്യലോകവും സഹിക്കുന്നതുവരെ നിങ്ങളുടെ മതം ഒരു ചില്ലിക്കാശും വിലമതിക്കുന്നില്ലെന്ന് വിശ്വസിക്കരുത്. നമ്മുടെ ആദ്യ മാനസാന്തരത്തിൽ സത്യവും അതിൽ വളരെ സമഗ്രവുമായിരിക്കാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ. നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കടമെടുത്ത് അത് ഉപയോഗിക്കാതെ വ്യക്തിപരമായ ആത്മാർത്ഥതയോടെ ഓരോ സത്യവും നമ്മുടെ സ്വന്തമാക്കി നമുക്ക് മുന്നോട്ടു പോകാം. ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് ഒരു വെളിപ്പെടുത്തലായിരിക്കണമെന്ന് നമുക്ക് ആവശ്യമാണ്. ആ മാനസാന്തരം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വിശുദ്ധി എന്നിവ നമ്മുടെ സ്വന്തം സ്വകാര്യ സ്വത്തായിരിക്കണം, നമ്മുടെ സ്വന്തം അവകാശമായിരിക്കണം. അപ്പോൾ ചോദ്യം വരുമ്പോൾ, അത് സത്യമാണോ? ജീവനുള്ള ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ഉടനടി ഉത്തരം നൽകും, അത് സത്യമാണ്. ഓ ഹൃദയസ്പർശിയായ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഇത് ചെയ്തുകഴിഞ്ഞാൽ ധാർമ്മികതയെയും വിശ്വാസത്തെയും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും ദൈവമുമ്പാകെ ഗൗരവമേറിയ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കാൻ സ്വയം പരിശീലിക്കുക. വളരെ മാന്യരായ പല ആളുകളും സ്വയം പര്യാപ്തരല്ല, മറിച്ച് മറ്റുള്ളവരുടെ സഹായത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ലണ്ടൻ നിർമ്മാതാക്കൾ വളരെ വേഗത്തിൽ നീണ്ട നിരകളിൽ കയറിവരുന്ന വീടുകൾ പോലെയാണ് അവ. പരസ്പരം പിടിച്ചുനിൽക്കാൻ അവർ സഹായിച്ചില്ലെങ്കിൽ അവരെല്ലാം ഒറ്റയടിക്ക് നിലംപതിക്കും, കാരണം അവരിൽ ആർക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. കപടവിശ്വാസികളും ഔപചാരികവാദികളും പരസ്പരം മുഖംമൂടി സൂക്ഷിക്കുന്ന സംയുക്ത സ്റ്റോക്ക് കമ്പനി മതം എത്രയധികമുണ്ട്. അവിടെ കാര്യങ്ങൾ ഇത്ര മോശമല്ല, പക്ഷേ വിശ്വാസത്തിൽ വ്യക്തിപരമായ സ്ഥാപനം വളരെ കുറവാണ്. ഇത്രയധികം ആളുകൾക്ക് മതത്തോടുള്ള ചായ്വുണ്ട്. അവരുടെ ശുശ്രൂഷകനെയോ മറ്റേതെങ്കിലും നേതാവിനെയോ നീക്കം ചെയ്താൽ അവരുടെ പിൻഭാഗം ഇല്ലാതാകുകയും അവർ നിലംപതിക്കുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ഭാര്യയും അമ്മയും അല്ലെങ്കിൽ ഭർത്താവും അച്ഛനും അല്ലെങ്കിൽ സുഹൃത്തും അധ്യാപകനുമാണ് വ്യക്തിയുടെ വിശ്വാസത്തിന്റെ പ്രധാന പിന്തുണ. അവൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. അവർ അവനെ പരാജയപ്പെടുത്തിയാൽ അവന്റെ പ്രതീക്ഷയ്ക്ക് ഒരു അവസാനമുണ്ട്. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള മതം അങ്ങനെ ചെയ്യില്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ നല്ല ആളുകളെ നിങ്ങളുടെ പിന്തുണക്കാരായി നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ അവരെ ലഭിക്കുമെങ്കിൽ മരണത്താൽ അവർ നിങ്ങളിൽ നിന്ന് വേർപെടുത്തപ്പെടണം. ഓരോ ക്രിസ്തീയ പുരുഷനും എന്താണ് ശരിയെന്ന് സ്വയം തീരുമാനിക്കാനും മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിൽ ഉറച്ചുനിൽക്കാനും ശീലിക്കേണ്ടത് സുരക്ഷിതമായ കാര്യമാണ്. പാപത്തിനും തെറ്റിനുമെതിരെ നമ്മുടെ മുഖം ഒരു കൽക്കണ്ടം പോലെ വയ്ക്കേണ്ടത് ഇന്നത്തെ ആവശ്യമാണ്. നമ്മൾ എന്തു ചെയ്യണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ തീരുമാനിക്കുകയും പിന്നീട് നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചുനിൽക്കുകയും വേണം. 2-3 പേരുടെ കാര്യത്തിൽ ശരിയായിരിക്കാൻ ധൈര്യപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. 2-3 പേരുടെ കാര്യത്തിൽ ശരിയായിരിക്കാൻ ധൈര്യപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. 2-3 പേരുടെ തിരഞ്ഞെടുപ്പ് ഉപേക്ഷിച്ചാലും ശരിയായിരിക്കാൻ ധൈര്യപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നവൻ തീർച്ചയായും ഒരു മനുഷ്യനാണ്. ഓരോ ദൈവപുരുഷനും അങ്ങനെയായിരിക്കണം. മുഴുവൻ ലോകത്തിനും എതിരായ ഒരു മഹാനായ വ്യക്തിയാണ് അത്തനാസിയസ് കോൺട്രാൻഡം. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അത്തനാസിയസ് പ്രഖ്യാപിച്ചു. അദ്ദേഹം ആ ദിവസം വിജയിച്ചു. നിങ്ങൾ ലോകത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ ലോകം ഒരു ദിവസം നിങ്ങളിലേക്ക് വരും.
ഒരിക്കൽ കൂടി, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ദൃഢനിശ്ചയം രൂപപ്പെടുമ്പോൾ നിത്യതയുടെ വെളിച്ചത്തിൽ പ്രവർത്തിക്കുക. രാജാവിന്റെ ഭീഷണിയും കത്തുന്ന തീച്ചൂളയുടെ ചൂടും ഉപയോഗിച്ച് സാഹചര്യത്തെ വിലയിരുത്തരുത്, മറിച്ച് നിത്യദൈവവും നിങ്ങളെ കാത്തിരിക്കുന്ന നിത്യജീവനും കൊണ്ടാണ്. ഓടക്കുഴൽ, വീണ, ചാക്ട് എന്നിവ നിങ്ങളെ ആകർഷിക്കരുത്, മറിച്ച് മഹത്വീകരിക്കപ്പെട്ടവരുടെ സംഗീതം ശ്രദ്ധിക്കുക. മനുഷ്യർ നിങ്ങളെ നോക്കി മുഖം ചുളിക്കുന്നു, പക്ഷേ ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിനാൽ നിങ്ങൾ ഇളകിപ്പോകില്ല. സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ വ്യാപാരത്തിൽ സമ്പന്നരാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല, പക്ഷേ നിത്യതയുടെ വെളിച്ചത്തിൽ ശുദ്ധമായ മനസ്സാക്ഷി നിലനിർത്താൻ സമ്പത്തിന്റെ ആഡംബരങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ ഉപേക്ഷിക്കും. തെറ്റിന് നേരെ കണ്ണടച്ച് അനീതിയുടെ ഉപകരണമാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മോചിതരാകാൻ സാധ്യതയുണ്ട്. സമാധാനം നഷ്ടപ്പെടുന്നതിനുപകരം സ്ഥാനം നഷ്ടപ്പെടുന്നതിൽ സംതൃപ്തരായിരിക്കുക. ഈ 3 വിശുദ്ധന്മാർ കത്തുന്ന തീച്ചൂളയെ അവരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടും അവർ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് അനുകൂലമായി സന്തുലിതാവസ്ഥ സ്ഥാപിച്ചു. സഹോദരന്മാരെ, അനന്തമായ ഭാവിയിലേക്ക് ഒരു കണ്ണുണ്ടായിരിക്കുക. നിങ്ങളും ഞാനും കൂട്ടത്തിലായിരിക്കുമ്പോൾ സ്വർഗവും നരകവും വലിയ വെള്ള സിംഹാസനത്തിന് ചുറ്റുമുള്ള ആ മഹത്തായ ഒത്തുചേരലും ഒരിക്കലും മറക്കരുത്. ഈ നല്ല മനുഷ്യർ അമർത്യതയിൽ വിശ്വസിച്ചിരുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അവർ ഒരിക്കലും തീജ്വാലകളുടെ അക്രമത്തിന് ധൈര്യപ്പെടുമായിരുന്നില്ല. അവർ എന്നേക്കും ജീവിക്കണമെന്നും മഹത്തായ പരലോകത്തിൽ അവർ അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങൾക്ക് ദൈവിക പ്രതിഫലം കണ്ടെത്തുമെന്നും വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ അവർ സ്തംഭത്തിൽ കയറിയപ്പോൾ അവർ വലിയ വിഡ്ഢികളായിരുന്നു. ഈ ജീവിതത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ തീർച്ചയായും ദരിദ്രരായ സാമ്പത്തിക വിദഗ്ധരായിരുന്നു. ആ വചനത്തിന്റെ മഹത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നല്ലവരായ വിശ്വസ്തരായ ദാസന്മാരെ, നിത്യതയെ തൂക്കിനോക്കുന്നത് കാലത്തിനെതിരെയാണ്, ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള ജീവിതം ക്രൂരമായ മരണത്തിനെതിരെയാണ്. രക്തസാക്ഷികൾക്ക് നിത്യത ഏറ്റവും ഭാരമേറിയ കാര്യമാണെന്ന് തോന്നി, അതിനാൽ അവർ ഒരു ചോദ്യവുമില്ലാതെ ജയിലിലേക്കും മരണത്തിലേക്കും പോയി. ഈ ധീരരായ പുരുഷന്മാർ അദൃശ്യനായവനെ കണ്ടതിനാലും പ്രതിഫലത്തിന്റെ പ്രതിഫലത്തെ ബഹുമാനിച്ചതിനാലും കോപാകുലനായ ഒരു സ്വേച്ഛാധിപതിയുടെ കോപത്തെ ധൈര്യപ്പെടുത്തി. ഭാവിയിൽ നിങ്ങൾക്കും വളരെയധികം ജീവിക്കേണ്ടിവരും, അല്ലെങ്കിൽ വിശുദ്ധശക്തിയുടെ പ്രധാന ഉറവ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ഈ ജീവിതത്തിനായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ആത്മാക്കളെ ഇത്രയധികം വെള്ളിക്കാശുകൾക്ക് വിൽക്കും. എന്നാൽ നിങ്ങൾ നിത്യതയിലേക്ക് കടന്നുവന്ന് നിത്യജീവൻ ജീവിക്കുകയാണെങ്കിൽ ഒരു കൈക്കൂലിയും നിങ്ങളെ നീതിയുടെ വഴികളിൽ നിന്ന് വശീകരിക്കില്ല. നിങ്ങളുടെ കാതുകൾക്ക് പ്രതീക്ഷയോടെ കേൾക്കാൻ കഴിയുമെങ്കിൽ ആ വിധിയുടെ ഇടിമുഴക്കം നിങ്ങൾ ശപിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കാൻ ധൈര്യപ്പെടില്ല. ആ മധുരമുള്ള ശബ്ദം, വരൂ അനുഗ്രഹീതരെ, നിങ്ങളുടെ കാതുകളെ ആകർഷിക്കുന്നുവെങ്കിൽ കുഞ്ഞാടിനെ അവൻ പോകുന്നിടത്തെല്ലാം പിന്തുടരാനുള്ള നിങ്ങളുടെ ദൃഢനിശ്ചയത്തിൽ നിങ്ങൾ ശക്തരായിരിക്കും. അതെ, നിങ്ങളുടെ മുമ്പിലും ചുറ്റുപാടും നിത്യത നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ ദൃഢനിശ്ചയം സ്ഥിരമായിരിക്കും, നിങ്ങൾ ധൈര്യത്തോടെ വെല്ലുവിളിയെ നേരിടും. അത് സത്യമാണോ? ദൈവം നമ്മെ തന്റെ വിശുദ്ധ ലക്ഷ്യത്തിന്റെ ചാമ്പ്യന്മാരാക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമ്മിൽ വീരത്വം സൃഷ്ടിക്കാൻ കഴിയൂ. നിങ്ങളുടെ മുഴുവൻ സ്വഭാവത്തെയും ദിവ്യവിശുദ്ധീകരണ ശക്തിക്ക് താഴ്മയോടെ സമർപ്പിക്കുന്നു. അവസാനം വരെ നിങ്ങൾ നിങ്ങളുടെ കർത്താവിനോട് വിശ്വസ്തരായിരിക്കും. ആ അനുഗ്രഹീത മുറിവുകളിൽ കണ്ണുകളോടെയും നിങ്ങളുടെ മുഴുവൻ ആത്മാവും ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനിൽ ആശ്രയിച്ചുകൊണ്ടും കുരിശിന്റെ കാൽക്കൽ നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ ലജ്ജിക്കുകയോ അവനെ അനുസരിക്കുന്നതിന്റെ അനന്തരഫലങ്ങളെ ഭയപ്പെടുകയോ ചെയ്യില്ല. നമ്മുടെ പ്രഭാഷണത്തിന്റെ ആദ്യ തലത്തിൽ ഇത്രയധികം ചോദ്യത്തിന് ഉത്തരം നൽകാൻ തയ്യാറാകുക, അത് സത്യമാണോ? എന്നാൽ ഇപ്പോൾ രണ്ടാമതായി, അത് സത്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത്? ഈ സമയത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ അത് സത്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം? നിങ്ങൾ ക്രിസ്തുവിന്റെ കുരിശ് എടുക്കുന്നുവെന്നും എല്ലാ അപകടങ്ങളിലും അവനെ അനുഗമിക്കാൻ തയ്യാറാണെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ വാക്കുകേട്ട് സത്യം പഠിക്കുക. ഒരു തൊഴിലും ചെയ്യരുത്. സ്നാനത്തെക്കുറിച്ചോ കർത്താവിന്റെ അത്താഴത്തെക്കുറിച്ചോ ഒരു പള്ളിയിൽ ചേരുന്നതിനെക്കുറിച്ചോ ഒരു ക്രിസ്ത്യാനിയാകുന്നതിനെക്കുറിച്ചോ സംസാരിക്കരുത്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആത്മാവിനെതിരെ കള്ളം പറയും. നിങ്ങൾ ലോകത്തിലെ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നത് സത്യമല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് അവകാശപ്പെടരുത്. ഒരു മനുഷ്യൻ താൻ അല്ലാത്തതാണെന്ന് അവകാശപ്പെടേണ്ട ആവശ്യമില്ല. അത് അമിതമായ ഒരു പാപമാണ്, ദുഷ്ടതയുടെ അമിതതയാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിനോട് സത്യസന്ധത പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭീരുവായ ഹൃദയം നിങ്ങളുടെ കർത്താവിനോട് ഭക്തിയുള്ളതാണെങ്കിൽ അവന്റെ ശിഷ്യനാണെന്ന് അവകാശപ്പെടരുത്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.
ലോകവുമായി വിവാഹം കഴിച്ചതോ അല്ലെങ്കിൽ ബുദ്ധിശൂന്യനായതോ ആയ ഒരാൾ തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്, കാരണം അവന് ഈ യുദ്ധത്തിൽ ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ഒരു തൊഴിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് സത്യമല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ തക്ക സത്യസന്ധത പുലർത്തുക. കാരണം ഒരു വഞ്ചന തുടരുന്നത് ഒരിക്കലും ശരിയാകില്ല. ഒരു വ്യാജ തൊഴിൽ ഒരു കുറ്റകൃത്യമാണ്, അതിൽ സ്ഥിരോത്സാഹം കാണിക്കുന്നത് ഒരു ധിക്കാരപരമായ പാപമാണ്. നിങ്ങൾ എന്തായാലും അല്ലെങ്കിലും സുതാര്യവും ആത്മാർത്ഥതയും സത്യസന്ധയും പുലർത്തുക. ഇല്ല, സത്യത്തിനുവേണ്ടി എനിക്ക് കഷ്ടപ്പെടാൻ കഴിയില്ല. നല്ല നടത്തവും ചെലവുമില്ലാത്തിടത്തോളം ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കും, പക്ഷേ ഞാൻ അവനുവേണ്ടി ചെളിക്കുണ്ടിലൂടെ പോകില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ശരി, ഉടനെ മടങ്ങുക, കാരണം നിങ്ങൾ ഒരു യഥാർത്ഥ തീർത്ഥാടകനല്ല. നിരാശയുടെ മന്ദഗതിയിലൂടെ കടന്നുപോകേണ്ടതാണെങ്കിലും മുന്നോട്ടു പോകരുതെന്ന് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെങ്കിൽ നാശത്തിന്റെ നഗരത്തിലേക്ക് വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്, കാരണം നിങ്ങൾ ദൈവം ഈ രാജ്യത്തിലേക്ക് വിളിച്ച മനുഷ്യനല്ല. വിചിത്രമായ ഉപദേശം, നിങ്ങൾ പറയുന്നു. അതെ, പക്ഷേ വിവേകപൂർണമായ ഉപദേശവും. എന്റെ വാക്ക് കേൾക്കൂ. നിങ്ങളിൽ ആരെങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച് ലജ്ജിക്കുന്നുവെങ്കിൽ, മനുഷ്യനെ ഭയപ്പെടുന്നുവെങ്കിൽ, ക്രിസ്തുവിനുവേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടാൻ തയ്യാറല്ലെങ്കിൽ, ഗിദെയോനോടൊപ്പമുള്ള ക്ഷീണിതരായ മനുഷ്യരെ പോലെ നിങ്ങൾ വീട്ടിലേക്ക് പോകുകയും യഥാർത്ഥ ഹൃദയമുള്ളവരുടെ ചെറിയ കൂട്ടത്തെ ഇനി ഭാരപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ വഴികളിലേക്ക് മടങ്ങുമോ? എന്റെ വാചകത്തിലെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയെ വിശ്വസിക്കേണ്ടിവരുമെന്ന് ഓർമ്മിക്കുക. ഉറച്ച തീരുമാനങ്ങളെടുക്കാത്ത നിങ്ങളിൽ പലർക്കും ശരിയായത് അറിയാം. ദൈവവചനത്തിൽ നിന്ന് പ്രകാശിക്കുന്ന ആ വെളിച്ചം നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഒരിക്കലും പുറത്തെടുക്കാൻ കഴിയില്ല. മറ്റുള്ളവരെപ്പോലെ വിലകുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും പാപം ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കാര്യത്തിൽ അത് സ്വമേധയുള്ള പിടിവാശിയും ശാഠ്യവുമാണ്. നിങ്ങളിൽ പലർക്കും നരകത്തിലേക്ക് പോകാൻ കഠിനമായ ജോലി ചെയ്യേണ്ടിവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കരുണയിലെത്താൻ നിങ്ങൾ വേലിയിലും കിടങ്ങിലും കുത്തനെയുള്ള ഓട്ടം നടത്തേണ്ടിവരും. പാപത്തിൽ വിശ്രമിക്കാനോ അഭക്തിയിൽ എളുപ്പമാകാനോ നിങ്ങളെ ഒരിക്കലും അനുവദിക്കാത്തത് കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വച്ചിട്ടുണ്ട്. അജ്ഞതയുടെയും ദുഷ്പ്രവൃത്തിയുടെയും അടിമകളാകാൻ നിങ്ങളെ അനുവദിക്കാതിരിക്കാൻ കർത്താവ് നിങ്ങളെ വളരെയധികം പഠിപ്പിച്ചു. വരാനിരിക്കുന്ന ലോകത്തിന്റെ ശക്തികൾ ആസ്വദിച്ച നിങ്ങൾ ഈ ലോകത്തിനായി കൊള്ളയടിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അത്ര ഭീരുക്കളാണെങ്കിൽ അടുത്തതിനായി മുന്നോട്ടു പോകില്ല. നിങ്ങൾ എല്ലാ മനുഷ്യരിലും ഏറ്റവും ദയനീയരാണ്. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ പിന്തുടരുകയും വേട്ടയാടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. ക്ലാസിക് കെട്ടുകഥകളിലെ സൗമ്യരായ ജീവികളെപ്പോലെ അത്തരമൊരു ശത്രു നിങ്ങളെ പിന്തുടരാനുള്ള സാധ്യത നിങ്ങൾ നേരിടുന്നുണ്ടോ? മനുഷ്യഭയത്തിന് വഴങ്ങുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെത്തന്നെ താഴ്ത്തുകയാണെന്നുകൂടി ഓർക്കുക. ക്രിസ്തുവിനെക്കുറിച്ച് ലജ്ജിച്ച മനുഷ്യൻ തന്നെ ലജ്ജിക്കുന്ന ഒരു ദിവസം വരും. തന്റെ കുറ്റബോധമുള്ള തല എവിടെ മറക്കാൻ കഴിയുമെന്ന് അവൻ ചിന്തിക്കും. അവനെ നോക്കൂ, അവനിതാ, തന്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ വഞ്ചകൻ. ക്രിസ്തുവിനെ തുപ്പുകയും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. അവനെ സ്വന്തമാക്കാൻ ഈ മനുഷ്യൻ ഭയപ്പെട്ടു. ഒരു വിഡ്ഢിയായ വേലക്കാരിയുടെ പുഞ്ചിരി നേടാൻ, ഒരു പരുഷനായ കൂട്ടുകാരന്റെ പരിഹാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കുറച്ച് വെള്ളിക്കാശ് നേടാൻ, സഹമനുഷ്യർക്കിടയിൽ മാന്യനായി നിൽക്കാൻ അവൻ തന്റെ വീണ്ടെടുപ്പുകാരനെ പുറന്തിരിഞ്ഞ് തന്റെ യജമാനനെ വിറ്റു. ഇപ്പോൾ അവനെക്കുറിച്ച് എന്തു പറയാൻ കഴിയും? ആർക്കാണ് അവനെ ക്ഷമിക്കാൻ കഴിയുക? മഹത്വത്തിന്റെ കർത്താവിനെക്കുറിച്ച് ലജ്ജിക്കുന്ന ഒരു മനുഷ്യനായി ദൂതന്മാർ അവനെ ഒഴിവാക്കുന്നത്. അവൻ ലജ്ജയും നിത്യമായ നിന്ദയും ധരിച്ചിരിക്കുന്നു. നരകത്തിൽ നഷ്ടപ്പെട്ടവർ പോലും അവനിൽ നിന്ന് രക്ഷപ്പെടുന്നു, കാരണം അവരിൽ പലരും അവനേക്കാൾ സത്യസന്ധരായിരുന്നു. എന്റെ മുമ്പാകെ ഇങ്ങനെയൊരു മനുഷ്യനുണ്ടോ? അവന്റെ ഭീരുത്വത്തിന് ഉത്തരം നൽകാൻ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ അവനെ വിളിക്കുന്നു. അവൻ പുറത്തുവന്ന് തന്റെ കുറ്റകൃത്യം ഏറ്റെടുത്ത് കൃപയുള്ള രക്ഷകന്റെ കൈകളിൽ നിന്ന് താഴ്മയോടെ ക്ഷമ തേടട്ടെ. യേശുവിലുള്ള വിശ്വാസവും പാപത്തോടുള്ള എതിർപ്പും ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് പിൻവലിച്ചു മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അടിസ്ഥാനരഹിതമായ ഒരു ഭാവത്തിലൂടെ നിങ്ങൾ ദൈവത്തിന്റെ കാര്യത്തെ അപമാനിക്കുകയും ശത്രു അവന്റെ ജനത്തിനെതിരെ നിന്ദ ഉന്നയിക്കാൻ ഇടയാക്കുകയും ചെയ്യും. ശദ്രക്കും മീക്കും അബേദ്നെഗോയും നെബൂഖദ്നേസറിന്റെ മുമ്പാകെ നിൽക്കുകയും ഒരു വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ അത് കർത്താവിന്റെ നാമത്തെ അപമാനിക്കുമായിരുന്നു. അയ്യോ രാജാവേ, ഞങ്ങൾ യഹോവയിൽ വിശ്വസിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നിന്നെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു,
കത്തുന്ന തീച്ചൂളയെക്കുറിച്ചുള്ള ചിന്തയെയും ഞങ്ങൾ ഭയപ്പെടുന്നു, അതിനാൽ അത് ഞങ്ങളെ വളരെയധികം ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ വഴങ്ങണം എന്ന് അവർ പറഞ്ഞതായി കരുതുക. എന്തുകൊണ്ടാണ് അവർ ഇസ്രായേലിന്റെ പേരിന്മേൽ അപമാനം വരുത്തിവെക്കുമായിരുന്നു? സഹോദരന്മാരെ, തത്വത്തെക്കുറിച്ച് സംസാരിക്കരുത്. തുടർന്ന് നിങ്ങളുടെ തത്വങ്ങൾ ഫാഷനല്ലാത്തതിനാൽ അവ പോക്കറ്റിലാക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടവും പ്രശസ്തിയും വരുത്തിവെക്കും. നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾ രാജാതിരാജാവിന്റെ ശത്രുക്കളായിരിക്കും. കൊത്തിയെടുത്ത പ്രതിമകൾക്ക് മുന്നിൽ കുമ്പിടരുതെന്ന് ദൈവം തന്റെ ജനത്തോട് കൽപ്പിച്ചു, പക്ഷേ ബാബിലോൺ രാജാവ് അവരോട് ഉടൻ അങ്ങനെ ചെയ്യാനോ മരിക്കാനോ കൽപ്പിച്ചു. അവർ ഏതാണ് അനുസരിക്കുക? ആർക്കാണ് അവർ ഏറ്റവും കൂടുതൽ ബഹുമാനം നൽകുക? അതിൽ കാര്യമുണ്ടായിരുന്നു. ഒരിക്കൽ മാത്രമേ അവർ അത് ചെയ്യൂ എന്നും അത് വെറുമൊരു രൂപഭാവം മാത്രമാണെന്നും മറ്റും പറയുന്നത് വെറുതെയാകുമായിരുന്നു. കാരണം അവർ കൊത്തിയെടുത്ത പ്രതിമയ്ക്കു മുന്നിൽ മുട്ടുകുത്തിയിരുന്നെങ്കിൽ അവർ നെബൂഖദ്നേസറിനെ യഹോവയുടെ മുമ്പാകെ നിർത്തുമായിരുന്നു. മഹാനായ രാജാവിനെ നിരസിക്കുന്നത് ആത്മഹത്യയാണെന്ന് അവർ വാദിക്കുമായിരുന്നു. എന്നാൽ അത്തരം വളഞ്ഞ ന്യായവാദങ്ങളിൽ നിന്ന് അവർ വിട്ടുനിന്നു. ഇസ്രായേല്യർക്ക് വിശ്വസിക്കാനും സത്യമതത്തിന്റെ ലക്ഷ്യത്തിനും വളരെ ഉപകാരപ്രദമാകുമെന്നതിനാൽ അവരുടെ ജീവൻ രക്ഷിക്കുന്നത് ബുദ്ധിപരമാണെന്ന് അവർ വാദിച്ചിരിക്കാം. തെറ്റ് ചെയ്യുന്ന ഒരു സഭയിൽ തുടരുന്നതിനും വിശ്വസിക്കാത്തത് വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതിനുമുള്ള ഈ അപേക്ഷ ഞാൻ എത്ര തവണ കേട്ടിട്ടുണ്ട്. നന്മ വരാൻ വേണ്ടി പുരുഷന്മാർ തിന്മ ചെയ്യുന്നു. സ്ത്രീകളുടെ വീട്ടിൽ കുമ്പിട്ട ശേഷം കൈ കഴുകി, കർത്താവ് ഈ കാര്യത്തിൽ നിന്റെ ദാസന്മാരോട് ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 വിശുദ്ധ കുട്ടികൾ ഉത്തരം നൽകാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും വക്രമായ നയമോ വിട്ടുവീഴ്ചയ്ക്ക് മുടന്തൻ ഒഴികഴിവോ സ്വീകരിച്ചിരിക്കാം എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അനന്തരഫലങ്ങളിൽ നമുക്ക് എന്തു ബന്ധമുണ്ട്? ശരി ചെയ്യുകയും ഫലം കർത്താവിന് വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. തെറ്റ് ചെയ്യുന്നത് ഒരു സാഹചര്യത്തിലും ശരിയാകില്ല. കർത്താവിന്റെ ദാസന്മാർ തങ്ങളുടെ ബോധ്യത്തോട് തെറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ദുഷ്ടകാര്യമാണ്, കാഞ്ഞിരം കായ്ക്കുന്ന ഒരു വേര്. അതെ, ഈ മനുഷ്യർ പരീക്ഷണസമയത്ത് പിന്മാറിയിരുന്നെങ്കിൽ ജീവനുള്ള ദൈവത്തിനും അവരുടെ ജനതയ്ക്കും മേലും തങ്ങൾക്കുമെതിരെ ഒരു അപവാദം ഉന്നയിക്കുമായിരുന്നു. ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും ഇത് നിരന്തരം ചെയ്യുന്നു. അവരെ ലജ്ജിപ്പിക്കുന്നു. അവർ സ്വന്തം ആവശ്യങ്ങൾ, അവരുടെ വലിയ കുടുംബങ്ങൾ, അവരുടെ സ്ഥാനം, ഉപയോഗപ്രതീക്ഷകൾ, മറ്റുള്ളവരുടെ മാതൃകകൾ എന്നിവയ്ക്കായി വാദിക്കുന്നു. എന്നാൽ ഇവയൊന്നും ദൈവത്തോടുള്ള ഭീരുത്വത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു ചെറിയ തെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ തോതിൽ നന്മയെ ബാധിക്കാമെങ്കിൽ അങ്ങനെ നമുക്ക് ഒഴികഴിവ് ലഭിക്കരുത്. ഇത് മനസ്സാക്ഷിയെ മയക്കുമരുന്ന് ആക്കുന്നതിനുള്ള ഒരു സാധാരണ മാർഗമാണ്. അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം നിങ്ങൾ ദൈവത്തേക്കാൾ മികച്ച വിധികർത്താവാണ്. നിങ്ങളുടെ വിധി ദൈവത്തിന്റെ നിയമത്തേക്കാൾ മികച്ചതാണ്. ഇത് ഉയർന്ന അനുമാനമല്ലേ? പിശാചിനെ സേവിക്കാൻ കൂടുതൽ പണം നൽകിയില്ലെങ്കിൽ ചിലർ ദൈവത്തെ സേവിക്കുമെന്ന് ഇത് നിങ്ങളെ സൂചിപ്പിക്കുന്നില്ലേ? ഈ യൂദാസ് ഇസ്കാരിയാത്ത് വീണ്ടും വീണ്ടും പീഡിതന്റെ മകനായി പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ലോകത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിത്യജീവനെയും നിത്യാനന്ദത്തെയും ഉപേക്ഷിക്കുകയാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ ഭ്രാന്ത് കാരണം ഇന്ന് രാത്രി നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, പക്ഷേ താമസിയാതെ നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കും. താമസിയാതെ നിങ്ങൾ ഒരു രോഗശയ്യയിൽ കിടന്ന് നിത്യതയിലേക്ക് ഉറ്റുനോക്കിയേക്കാം, തുടർന്ന് മിക്ക കാര്യങ്ങളെയും കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലിൽ വലിയ മാറ്റമുണ്ടാകും. ആ ഗൗരവമേറിയ വീക്ഷണം എന്താണെന്ന് എനിക്കറിയാം, കാരണം നിത്യതയുടെ വക്കിൽ ആത്മാവിൽ കിടക്കാൻ എന്നെ പലതവണ വിളിച്ചിട്ടുണ്ട്. ഇത് കുട്ടിക്കളിയല്ലെന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും. ഗൗരവമേറിയ ലേഖനം, ന്യായവിധി, വിധി പ്രഖ്യാപനം. ഇവ ചെറുതല്ല. എല്ലാ ഹൃദയങ്ങളുടെയും രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ആ മഹത്തായ ദിവസത്തിനായി ശാന്തമായും ബുദ്ധിപരമായും മുന്നോട്ടു നോക്കാൻ ഒരു മനുഷ്യന് ആവശ്യപ്പെടാൻ കഴിയുന്ന എല്ലാ വിശ്വാസവും ആവശ്യമാണ്. എന്റെ ശ്രോതാക്കളെ, വരൂ, നിങ്ങളെ കാത്തിരിക്കുന്ന നിത്യതയിലേക്ക് നോക്കൂ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, നിങ്ങൾ പാഡേജിന്റെ കുഴപ്പമേറ്റെടുത്ത് നിങ്ങളുടെ ജന്മാവകാശം കൈക്കലാക്കിയാൽ നിങ്ങൾ ഒടുവിൽ വിലപിക്കുമെന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ മരണസമയത്ത് കണ്ണീരോടെ നിങ്ങൾ ശ്രദ്ധയോടെ അത് അന്വേഷിച്ചാലും മാനസാന്തരത്തിന് ഒരു ഇടവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല. മറ്റൊരു ലോകത്ത് നവീകരണത്തിനോ പാപത്തിന്റെ ഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ഉള്ള പ്രതീക്ഷയില്ല. നിത്യതയിൽ ദൈവത്തിന്റെ ഉഗ്രകോപത്തിൻ കീഴിൽ നിന്ന് നിങ്ങൾ മുകളിലേക്ക് നോക്കും, രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും നിങ്ങൾ കാണില്ല. കാരണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നിങ്ങൾ തിന്മയോട് വളരെയധികം വിവാഹിതരാകും.
ഒരു ചൂള പോലെ കത്തുന്ന ആ ദിവസത്തിൽ നിങ്ങളുടെ കർത്താവിനെ വിട്ടതിന് നിങ്ങൾ സ്വയം എന്തു പറയും? ഓ, ഒരു പുരുഷന്റെ മുഖം ചുളിച്ചതിനോ ഒരു സ്ത്രീയുടെ പുഞ്ചിരിക്കോ വേണ്ടി നിത്യജീവൻ ഉപേക്ഷിക്കരുത്. ദൈവം പോയാൽ എല്ലാം പോയി. നിങ്ങളുടെ രക്ഷകനെ നഷ്ടപ്പെടുക എന്നത് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുക എന്നതാണ്. ഓ എന്റെ പ്രിയേ, നിങ്ങളുടെ ഉറ്റ സുഹൃത്തുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന് വേർപിരിയുന്നതിനുപകരം ഏറ്റവും കഠിനമായ വഴി സ്വീകരിക്കുക. ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. അത് സത്യമാണോ? അത് സത്യമല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും എന്റെ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് അങ്ങനെയാണെന്ന് പറയരുത്. നിങ്ങളുടെ മറ്റ് എല്ലാ പാപങ്ങളോടും ഒരു നുണ പറയരുത്, പക്ഷേ നിങ്ങൾ ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ എല്ലാ സത്യസന്ധതയിലും പ്രവർത്തിക്കുക. എന്നാൽ ഇപ്പോൾ മൂന്നാമതായി, അത് സത്യമാണെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാം. ഇവിടെയുള്ള പലർക്കും ഹൃദയത്തിൽ കൈവച്ച് നിശബ്ദമായി ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു: അതെ, അത് സത്യമാണ്. പാപത്തിനു മുന്നിൽ തലകുനിക്കരുതെന്ന് ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എന്ത് സംഭവിച്ചാലും. ഡബിൾ ക്വോട്ട്. ശരി, അത് സത്യമാണെങ്കിൽ പ്രിയ സഹോദരാ, എനിക്ക് നിങ്ങളോട് ഇത്രയധികം പറയാനുണ്ട്. നിങ്ങളോട് അത് ആവശ്യപ്പെടുമ്പോൾ പറയുക. നിങ്ങളുടെ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുക. ഇത് നിങ്ങളിൽ തന്നെ അതിനെ ശക്തിപ്പെടുത്തുകയും മറ്റുള്ളവരിൽ അതിനെ പിന്തുണയ്ക്കുന്നതിനുള്ള മാർഗമാവുകയും ചെയ്യും. ശദ്രക്കും മീക്കും അബേദ്നെഗോയും കോപാകുലനായ രാജാവിന്റെ സാന്നിധ്യത്തിൽ സംസാരിച്ചു. ഒരുപക്ഷെ അവർ പരീക്ഷണത്തിൽ നിന്ന് ഒളിക്കാൻ വഴികൾ സ്വീകരിച്ചിരിക്കാം, പക്ഷേ മുന്നോട്ടു വന്ന് അനന്തരഫലങ്ങൾ ഏറ്റെടുക്കേണ്ടത് അവരുടെ കടമയാണെന്ന് അവർ വിധിച്ചു. അവർ അവിടെ ഉണ്ടായിരുന്നു. ഈ വാക്ക് ഈ വീട്ടിൽ കയറി പുറത്തുവരികയും ഞങ്ങളോടൊപ്പം പൊതു ആരാധനയിൽ പങ്കുചേരുകയും എന്നാൽ കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് ഒരിക്കലും പരസ്യമായി പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്യുന്ന ചില ക്രിസ്തീയ ആളുകളെ ഉദ്ദേശിച്ചുള്ളതാണ്. നമ്മുടെ മരിക്കുന്ന കർത്താവിന്റെ സ്മരണയ്ക്കായി നാം ഒത്തുകൂടുമ്പോഴെല്ലാം അവർ കാഴ്ചക്കാരുടെ ഇടയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുകയോ ചെയ്യുന്നു. ഇത് നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠാജനകമായ നിരവധി ചിന്തകൾ ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഈ ചോദ്യവുമായി ഞങ്ങൾ പരിശീലിക്കപ്പെടുന്നു. ഈ ആളുകൾക്ക് അവർ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അത്തരമൊരു വിശ്വാസം അവരെ രക്ഷിക്കുമോ? കർത്താവിനോടുള്ള അനുസരണത്തിനും കുരിശുമെടുത്ത് അവനെ അനുഗമിക്കുന്നതിനും തിരുവെഴുത്ത് വലിയ ഊന്നൽ നൽകുന്നു. പുറത്തുവരാത്തവരെ യേശു രക്ഷിക്കുമോ? തന്റെ എല്ലാ അനുയായികളെയും പകൽ വെളിച്ചത്തിൽ അവർ തന്നെ അനുഗമിക്കുന്നുവെന്ന് അവൻ അവകാശപ്പെടുന്നു. കർത്താവായ യേശുവിനെ വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചുവെന്ന് നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. ഹൃദയം കൊണ്ട് മനുഷ്യൻ നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇത് തന്റെ സുവിശേഷമായി പ്രസംഗിക്കാൻ അവൻ നമ്മോട് ആവശ്യപ്പെട്ടു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇവ എന്റെ വാക്കുകളല്ല, മറിച്ച് കർത്താവായ യേശുവിന്റെ വാക്കുകളാണ്. നിങ്ങൾ അവയെ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പ്രസംഗിക്കുമ്പോൾ അവന്റെ സുവിശേഷ കൽപ്പനയുടെ ഒരു ഭാഗം ഞാൻ ഉപേക്ഷിക്കാൻ ധൈര്യപ്പെടുന്നില്ല. നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ പക്ഷത്ത് നിൽക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ മന്ദഗതിയിലാകുന്നത്? മറ്റൊരിക്കൽ ഞാൻ വെയിൻ സ്കോട്ടിന്റെ പിന്നിലുള്ള ഒരു എലിയുമായി താരതമ്യം ചെയ്തു. അത് രാത്രിയിൽ മെഴുകുതിരികൾ കെടുത്തി നുറുക്കുകൾ എടുക്കുമ്പോൾ മാത്രം പുറത്തുവരുന്നു. ആ രീതിയിൽ ജീവിക്കാൻ വളരെയധികം ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നു. ഞാൻ അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കണോ? അത്തരം ദയനീയ ജീവികളാകരുത്, മറിച്ച് മനുഷ്യരെപ്പോലെ നിങ്ങളെത്തന്നെ ഉപേക്ഷിക്കുക. ഭയങ്കരരും അവിശ്വാസികളുമായവരുടെ ഇടയിൽ നിങ്ങൾ നശിച്ചുപോകാതിരിക്കാൻ വിറയ്ക്കുക. എന്നോടൊപ്പം പാടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു: എന്റെ യജമാനനെ സ്വന്തമാക്കാനോ അവന്റെ ലക്ഷ്യത്തെ പ്രതിരോധിക്കാനോ എനിക്ക് ലജ്ജയില്ല. അവന്റെ വചനത്തിന്റെ ബഹുമാനം, അവന്റെ കുരിശിന്റെ മഹത്വം നിലനിർത്തുക. ഈ സ്ഥലത്ത് നിരവധി പ്രിയപ്പെട്ട കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. അവരുടെ ആദ്യകാലങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റുപറയാൻ മുന്നോട്ടു വന്നിട്ടില്ല. ദൈവം പ്രിയപ്പെട്ട കുട്ടികളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അവരിൽ സന്തോഷിക്കുന്നു. അവരെ അംഗീകരിച്ചതിൽ സഭ ഒരിക്കലും ലജ്ജിക്കേണ്ടതില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർ കുറഞ്ഞത് ഒരു ഭീരുത്വം കാണിക്കുന്നില്ല. ദൈവജനത്തോടൊപ്പം എണ്ണപ്പെടുന്നതിൽ അവർ ഗൗരവമായി സന്തോഷിക്കുന്നു. ക്രിസ്തുവിനോടും അവന്റെ സഭയോടും ബന്ധപ്പെടുന്നത് ഒരു ബഹുമതിയായി കണക്കാക്കുന്നു. ഇപ്പോഴും പിന്മാറുന്ന മുതിർന്നവരെ, നിങ്ങൾക്ക് നാണക്കേട്. കുഞ്ഞുങ്ങളും നിങ്ങളെക്കാൾ ധൈര്യശാലികളാകുന്നതിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ സ്നേഹത്താൽ ഈ ദുഷ്ടവും വികൃതവുമായ തലമുറയുടെ ഇടയിൽ വന്ന് അവന്റെ നാമം ഏറ്റുപറയുക. അത് സത്യമാണോ? പിന്നെ അതിൽ നിന്ന് വരുന്ന പരീക്ഷണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക. തീജ്വാലകളിൽ നിന്ന് അകന്നു നിൽക്കരുത്. ദൈവിക കൃപയാൽ ഒരു നഷ്ടമോ കുരിശോ നാണക്കേടോ
കഷ്ടപ്പാടോ നിങ്ങളെ ഭീരുക്കളാക്കില്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. വിശുദ്ധ കുട്ടികളെപ്പോലെ പറയുക, ഈ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് ഉത്തരം പറയാൻ ശ്രദ്ധിക്കുന്നില്ല. അവർ രാജാവിന്റെ മുമ്പിൽ കുനിഞ്ഞ്, ഞങ്ങളെ തീച്ചൂളയിലേക്ക് എറിയരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രാജാവേ, ഞങ്ങൾ നിങ്ങളോട് ഒരു കൂടിയാലോചന നടത്തട്ടെ, അങ്ങനെ ഞങ്ങൾക്ക് നിബന്ധനകൾ ക്രമീകരിക്കാം. ഞങ്ങൾക്ക് നിങ്ങളെ പ്രസാദിപ്പിക്കാനും ഞങ്ങളുടെ മതം നിലനിർത്താനും കഴിയുന്ന ഏതെങ്കിലും രീതി ഉണ്ടായിരിക്കാം. ഡബിൾ ക്വോട്ട്. ഇല്ല, അവർ പറഞ്ഞു, ഈ കാര്യത്തിൽ ഞങ്ങൾ നിന്നോട് ഉത്തരം പറയാൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് കത്തുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. രാജാവേ, അവൻ ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അല്ലെങ്കിലും രാജാവേ, ഞങ്ങൾ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ സ്ഥാപിച്ച സ്വർണ്ണ പ്രതിമയെ ആരാധിക്കുകയോ ചെയ്യില്ലെന്ന് നീ അറിഞ്ഞിരിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ക്രിസ്തുവിനുവേണ്ടി കഷ്ടപ്പെടാൻ നമുക്ക് തയ്യാറാകാം. ചിലർ പറയും, വിവേകശൂന്യരാകരുത്. നിങ്ങളുടെ കടമ നിർവഹിക്കുന്നത് എല്ലായ്പ്പോഴും വിവേകപൂർണമാണ്. വിവേകശൂന്യത എന്ന് വിളിപ്പേരുള്ള പുണ്യം ഇന്ന് നമുക്കില്ല. ഈ തണുത്ത, കണക്കുകൂട്ടുന്ന, സ്വാർത്ഥമായ ദിവസങ്ങളിൽ പഴയകാല വിവേകശൂന്യതയുടെ ഒരു പ്രകടനം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ, തീക്ഷ്ണതയുടെ നാളുകൾക്കായി, ക്രിസ്തുവിനെ നേടുന്നതിനായി മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ പ്രിയപ്പെട്ടതായി കണക്കാക്കാത്ത ദിവസങ്ങൾക്കായി. മനുഷ്യർ ഇരുന്നുകൊണ്ട് ശരി ചെയ്യുന്നതിന് എന്തു വില നൽകുമെന്ന് കണക്കാക്കുകയും അവരുടെ പെരുമാറ്റത്തെ ലാഭനഷ്ടങ്ങളുടെ കാര്യമായി തൂക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവർ അത്തരം ദുഷ്ട കണക്കുകൂട്ടലുകളെ വിവേകമെന്ന് വിളിക്കുന്നു. അത് വെറും സ്വാർത്ഥതയാണ്. നിങ്ങളുടെ ജീവിതം. മുൻകാലങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുത്ത മനുഷ്യർ നേട്ടത്തിനായി ലോകവുമായി പൊരുതിയിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് എവിടെയായിരിക്കും? അവർ തങ്ങളുടെ ചർമ്മങ്ങളെ രക്ഷിച്ചിരുന്നെങ്കിൽ അവർ തങ്ങളുടെ ആത്മാക്കളെ നഷ്ടപ്പെടുത്തുകയും ഇംഗ്ലണ്ടിലെ ദൈവകാര്യം നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാറ്റിനേക്കാളും അവനെ സ്നേഹിക്കാത്ത ക്രിസ്തുവിനെ അവൻ സ്നേഹിക്കുന്നില്ല. ഓ, തത്വചിന്തയുള്ള മനുഷ്യർക്ക്, നഷ്ടം അറിയാമെങ്കിലും വിശ്വാസനഷ്ടം അറിയുന്നവരും ദൈവത്തിന്റെ മഹത്വം ഒഴികെ മറ്റൊരു നേട്ടവും ആഗ്രഹിക്കുന്നവരുമായ ആളുകൾക്ക്. വെള്ളപ്പൊക്കത്തിലൂടെയോ തീജ്വാലകളിലൂടെയോ നിങ്ങളുടെ നിലവിളി ഇതായിരിക്കട്ടെ: യേശു നയിച്ചാൽ അവൻ പോകുന്നിടത്തേക്ക് ഞാൻ പിന്തുടരും. ക്രിസ്തുവിനുവേണ്ടി നിങ്ങൾക്ക് വളരെയധികം നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് കാലത്തേക്ക് നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങൾക്ക് നിത്യതയിലേക്ക് നേടാനാകും. നഷ്ടം ക്ഷണികമാണ്, പക്ഷേ നേട്ടം ശാശ്വതമാണ്. പീഡനത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും അപവാദത്തിലൂടെയും സ്വർഗത്തിലേക്ക് പോകേണ്ടിവന്നാലും ക്രിസ്തുവിലൂടെ നിങ്ങൾ ഒരു നേട്ടക്കാരനായിരിക്കും. വഴി എന്തായാലും അവസാനം പൂർണ്ണമായ പരിഹാരങ്ങൾ നൽകും. അനന്തമായ ആനന്ദത്തിന്റെ സമ്പത്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈജിപ്തിന്റെ നിധികൾ വെറും മാലിന്യമാണ്. നിങ്ങൾ അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാണെങ്കിൽ മോചനത്തിനായി കണക്കാക്കുക. നെബൂഖദ്നേസർ നിങ്ങളെ തീയിലിട്ടേക്കാം, പക്ഷേ അവന് നിങ്ങളെ അവിടെ നിർത്താൻ കഴിയില്ല. തീ കത്തിക്കാൻ അവന് കഴിയില്ല. ശത്രു നിങ്ങളെ ബന്ധനത്തിലാക്കും, പക്ഷേ തീ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കും. നിങ്ങൾ തിളങ്ങുന്ന കനലുകൾക്കിടയിൽ സ്വതന്ത്രമായി നടക്കും. നിങ്ങളുടെ നഷ്ടങ്ങൾ കൊണ്ട് നിങ്ങൾ നേട്ടമുണ്ടാക്കും. നിങ്ങളുടെ താഴ്ചകളിലൂടെ നിങ്ങൾ എഴുന്നേൽക്കും. പല സമ്പന്നരായ പുരുഷന്മാരും അവരുടെ ഇന്നത്തെ സ്ഥാനത്തിന് കടപ്പെട്ടിരിക്കുന്നത് അവർ എളിയ ജോലികളിലായിരുന്നപ്പോൾ വിശ്വസ്തരായിരുന്നു എന്നതാണ്. അവർ സത്യസന്ധരായിരുന്നു. തൽക്കാലം അവർ അവരുടെ തൊഴിലുടമകളെ അപ്രീതിപ്പെടുത്തി, ഒടുവിൽ അവരുടെ ബഹുമാനം നേടി. ആദം ക്ലാർക്കിനെ അപ്രന്റീസായി പുറത്താക്കുകയും അവന്റെ യജമാനൻ അല്പം കുറവുള്ളപ്പോൾ തുണി എങ്ങനെ നീട്ടാമെന്ന് കാണിച്ചുകൊടുക്കുകയും ചെയ്തപ്പോൾ അത് ചെയ്യാൻ ആദാമിന്റെ ഹൃദയത്തിൽ കണ്ടെത്താനായില്ല. ഇത്രയും വിഡ്ഢിയായ ഒരു ആൺകുട്ടിയെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് അയക്കണം. തന്റെ മകൻ സത്യസന്ധമല്ലാത്ത ഒരു തന്ത്രത്തിന് വഴങ്ങാത്തതത്ര വിഡ്ഢിയായതിൽ അവന്റെ ദൈവഭക്തയായ അമ്മ സന്തോഷിച്ചു. അവൻ എന്തായിത്തീർന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ചെറുപ്പത്തിൽ അവൻ തന്റെ തത്വങ്ങളിൽ വിശ്വസ്തനായിരുന്നില്ലെങ്കിൽ ജീവിതത്തിൽ അവൻ വഴിതെറ്റിപ്പോയേനെ. നിങ്ങളുടെ ആദ്യ നഷ്ടം ആജീവനാന്ത നേട്ടമായിരിക്കാം. പ്രിയ ചെറുപ്പക്കാരാ, നിങ്ങളെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് പുറത്താക്കിയേക്കാം, പക്ഷേ കർത്താവ് ശാപത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. എല്ലാം പോയാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ മൃദുവായി ഇടപെട്ടാൽ നിങ്ങളുടെ സ്വഭാവം കുറയുകയും അല്പം തെറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയും അങ്ങനെ നിങ്ങളുടെ സത്യസന്ധത നഷ്ടപ്പെടുകയും അതോടൊപ്പം നിങ്ങളുടെ മൂക്ക് പൊടിക്കലിൽ നിന്ന് ഉയർത്താനുള്ള എല്ലാ പ്രതീക്ഷയും ഉണ്ടാകുകയും ചെയ്യും. അനന്തരഫലങ്ങൾ പരിഗണിക്കാതെ ക്രിസ്തുവിനുവേണ്ടി ശരി ചെയ്യുക. അനന്തരഫലങ്ങൾ മതിയാകും. നിങ്ങൾ ദൈവകാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ പരിപാലിക്കും.
നീതി നിങ്ങളുടെ നാശമല്ല, സംരക്ഷണമായിരിക്കും എന്ന് ഉറപ്പുണ്ടായിരിക്കുക. നിങ്ങളുടെ സത്യസന്ധത മുറുകെ പിടിക്കുന്നതിനും കർത്താവിന്റെ നാമത്തെ ബഹുമാനിക്കുന്നതിനും വേണ്ടി എല്ലാം ഉപേക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ജ്ഞാനം. അവസാനമായി, ഇത് മറക്കാൻ പാടില്ലാത്ത ഒരു പരിഗണനയാണ്: നിങ്ങൾ യേശുവിനും ശരിക്കും സത്യത്തിനും നിർമ്മലനും മിതത്വത്തിനും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ വിടുവിക്കപ്പെടുക മാത്രമല്ല, നിങ്ങൾ വലിയ നന്മ ചെയ്യുകയും ചെയ്യും. ഈ നെബൂഖദ്നേസർ ഒരു ദരിദ്ര വസ്തുവായിരുന്നു. എന്നിട്ടും ഈ 3 തീരുമാനമുള്ള വിശുദ്ധ മനുഷ്യരുടെ ശക്തി അംഗീകരിക്കാൻ അവൻ നിർബന്ധിതനായി. അവരെ ചൂളയിലേക്ക് എറിഞ്ഞു, അവർ അതിൽ നിന്ന് പുറത്തുവന്നു. നെബൂഖദ്നേസർ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഞാൻ സ്ഥാപിച്ച പ്രതിമയായിരുന്നു അത്. ഇപ്പോൾ ആരും അതിനെതിരെ ഒരു വാക്കും പറയരുതെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം കഷണങ്ങളായി മുറിക്കപ്പെടുന്നതിന്റെ വേദന അനുഭവിക്കുന്നു. നിങ്ങളുടെ തത്വങ്ങളിൽ ഉറച്ചുനിൽക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തീരുമാനിക്കുകയും ചെയ്യുകയല്ലാതെ ഈ കാലഘട്ടത്തിലെ മഹാന്മാരുടെയോ ചെറിയ മനുഷ്യരുടെയോ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. നിങ്ങൾ 1 ഇഞ്ച് വഴങ്ങിയാൽ നിങ്ങളെ അടിക്കും. എന്നാൽ നിങ്ങൾ വഴങ്ങുന്നില്ലെങ്കിൽ, ഒരു മുടി പിളരുന്നത് അറിയില്ലെങ്കിൽ, അവർ നിങ്ങളെ ബഹുമാനിക്കും. തന്റെ തത്വങ്ങൾ മറച്ചുവെക്കാനും വിശ്വാസങ്ങൾ മറച്ചുവെക്കാനും അല്പം തെറ്റ് ചെയ്യാനും കഴിയുന്ന മനുഷ്യൻ ആരുമല്ല. അവൻ ഗഞ്ഞിയിലെ ഒരു കഷണം മാത്രമാണ്. അവന് ഒന്നും രുചിക്കില്ല. എന്നാൽ താൻ ശരിയെന്ന് വിശ്വസിക്കുന്നതും അതിൽ നിന്ന് പുറത്താക്കപ്പെടാത്തതും ചെയ്യുന്നവനാണ് മനുഷ്യൻ. ലോകം നിങ്ങളെ കുലുക്കാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ കുലുക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളിൽ മനക്കരുത്തുണ്ടെന്ന് ലോകം കണ്ടെത്തുമ്പോൾ അവർ നിങ്ങളെ വെറുതെ വിടും. ഈ മനുഷ്യരുടെ സ്വാധീനം അനുഭവിക്കാൻ നെബൂഖദ്നേസർ ബാധ്യസ്ഥനായിരുന്നു. അങ്ങനെയാണെങ്കിലും ഏറ്റവും ദുഷ്ടന്മാരും അഹങ്കാരികളും സത്യസന്ധരും ധീരരും നല്ലവരുമായവരുടെ ശക്തി അനുഭവിക്കുന്നു. ഇതിനായി, ദൈവമേ, നമുക്ക് പുതിയ ഹൃദയങ്ങളും ശരിയായ ആത്മാക്കളും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഇതിനായി ക്രിസ്തുവിന്റെ അനുഗ്രഹീത കുരിശിൽ പറ്റിപ്പിടിച്ച് ദൈവത്തിൽ നിന്ന് ഒഴുകിയ രക്തത്തിന്റെയും വെള്ളത്തിന്റെയും ശക്തിക്ക് കീഴടങ്ങാം. അവന്റെ മുറിവേറ്റ വശം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ശക്തമാകും. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ശ്രദ്ധേയമല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവ സ്വീകാര്യമായിരിക്കും. ആമേൻ.